നമസ്കാരം. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയം വീണ്ടും നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോൺഗ്രസിൽ നിന്നും വേർപിരിഞ്ഞ് സ്വന്തം രാഷ്ട്രീയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത മമതാ ബാനർജി ഇപ്പോൾ വീണ്ടും അതേ കോൺഗ്രസിലേക്കുള്ള മടക്കയാത്രയിലാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഗൗരവമായി പരിഗണിക്കാതിരുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയ ചർച്ചകളിലൂടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ലയന സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാക്കുകയാണ് എന്നും ഇത് സംബന്ധിച്ച രാഷ്ട്രീയ നീക്കങ്ങൾ ഡൽഹിയിൽ സജീവമായി നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ കോൺഗ്രസിൽ നിന്നുമുള്ള വിമതയാത്രയുടെ കഥയാണ്. 1997 കോൺഗ്രസ് നേതൃത്വത്തോടും പശ്ചിമ ബംഗാളിലെ പാർട്ടി ഘടകത്തോടുമുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അവർ പാർട്ടി വിട്ടു. പിന്നീട് 1998 രൂപീകരിച്ച തൃണമൂൽ കോൺഗ്രസ് വളരെ വേഗത്തിൽ ബംഗാളിലെ ശക്തമായ രാഷ്ട്രീയ ശക്തിയായി മാറിത്തീർന്നു. വർഷങ്ങളോളം സംസ്ഥാനത്തെ ഭരിച്ച ഇടതുമുന്നണിയെ 2011 അധികാരത്തിൽ നിന്നും പുറത്താക്കി മമതാ ബാനർജി ചരിത്രം സൃഷ്ടിച്ചു. അതിനുശേഷം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഭട ശക്തിയായി മാറുകയും ചെയ്തു. മമത സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ അനിഷേധ്യ നേതാവായി ഉയരുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രീയത്തിൽ ഒന്നും ശാശ്വതമല്ല എന്ന സത്യം വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലും പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥതകളും തൃണമൂൽ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. പാർട്ടിക്കുള്ളിൽ നേതൃത്വ വിരുദ്ധ വികാരം ശക്തമാകുന്നതായും നിരവധി MLA-മാരും MP-മാരും നിലവിലെ നേതൃത്വത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നതായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ട്. പ്രത്യേകിച്ച് മമതയുടെ അനന്തരവനും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തെ ചൊല്ലിയുള്ള അസംതൃപ്തിയാണ് പാർട്ടിക്കുള്ളിലെ കലാപത്തിലെ പ്രധാന കാരണങ്ങളിലൊന്ന്. ഈ സാഹചര്യത്തിലാണ് മമതാ ബാനർജിയുടെ ഡൽഹി സന്ദർശനങ്ങൾ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ബംഗാളിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോൾ അവർ ഡൽഹിയിൽ തുടരുകയും പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ യോഗങ്ങളിൽ സജീവമാവുകയും ചെയ്തു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യ സഖ്യത്തിന്റെ പല നിർണായക യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്നിരുന്ന മമതയുടെ ഈ പെട്ടെന്നുള്ള സജീവ രാഷ്ട്രീയ നിരീക്ഷകരെ ചിന്തിപ്പിച്ചു. അതായത് പെട്ടെന്നുള്ള ഈ കടന്നുവരവ്. അതിലുപരി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുമായി പിന്നീട് രാഹുൽ ഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ചകൾ വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചു. സോണിയാഗാന്ധിയും മമതാ ബാനർജിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഭാവി രാഷ്ട്രീയ തന്ത്രങ്ങളും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാധ്യതകളും ചർച്ചയായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതിന് പിന്നാലെയാണ് അഭിഷേക് ബാനർജി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതും ശ്രദ്ധേയമായി. തുടർച്ചയായി ഈ കൂടിക്കാഴ്ച വെറും സൗഹൃദ സന്ദർശനങ്ങളാണോ അതോ വലിയ രാഷ്ട്രീയ നീക്കത്തിന്റെ സൂചനയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ലയന സാധ്യത എന്ന ഒരു പ്രതീക്ഷ മുന്നിൽ തെളിയുന്നത്. പാർട്ടിയിലെ വലിയൊരു ഭാഗം വിമതരായി മാറിയ സാഹചര്യത്തിൽ പാർട്ടിയുടെ നിയന്ത്രണം നിലനിർത്തുവാനുള്ള മാർഗമായി കോൺഗ്രസുമായുള്ള ലയനം ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അത്തരമൊരു നീക്കം നടന്നാൽ മമതാ ബാനർജിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും കൂടുതൽ സ്വാധീനം ചെലുത്താനാകും. അഭിഷേക് ബാനർജിയുടെ രാഷ്ട്രീയ ഭാവിക്കും ഒരു സുരക്ഷിതത്വം ലഭിക്കുമെന്നും ചിലർ വിലയിരുത്തുന്നുണ്ട്. അതേസമയം തൃണമൂൽ കോൺഗ്രസിലെ വിമത വിഭാഗം ഇത്തരം അഭ്യൂഹങ്ങളെ പാടെ തള്ളിക്കളയുകയാണ്. പാർട്ടിയുടെ വലിയൊരു വിഭാഗം MLA-മാരും MP-മാരും കോൺഗ്രസുമായുള്ള ലയനത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് വിമത നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലയനം എന്ന ആശയം നടപ്പിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പ് ഉയരാൻ സ്വാഭാവികമായും സാധ്യത ഏറെയാണ്. രാഷ്ട്രീയ വിശകലനങ്ങളിൽ മറ്റൊരു പ്രധാന വാദവും ഉയരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നും പിറന്ന പല പ്രാദേശിക പാർട്ടികളും ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ സ്വതന്ത്ര ശക്തികളായി നിലകൊള്ളുന്നുണ്ട് എങ്കിലും BJP-യുടെ വളർച്ചയെ നേരിടാൻ പ്രതിപക്ഷ ഐക്യം കൂടേണ്ട ശക്തമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ചിലരുടെ അഭിപ്രായം. ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൽ നിന്നും വേർപിരിഞ്ഞ പാർട്ടികൾ വീണ്ടും മാതൃപാർട്ടിയുമായി ഒന്നിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായ പ്രതിപക്ഷം രൂപപ്പെടുത്താൻ അതാണ് ഏറ്റവും നല്ല മാർഗമെന്നും അവർ വാദിക്കുന്നു. മമതാ ബാനർജിയുടെ രാഷ്ട്രീയ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ അവർ എളുപ്പത്തിൽ കീഴടങ്ങുന്ന ഒരു നേതാവല്ല. തെരുവോര പോരാട്ടങ്ങളിൽ നിന്നും ഉയർന്നു വന്ന അവർ പ്രതിസന്ധികളെ നേരിട്ട് ചെറുത്ത് അതിജീവിച്ച ചരിത്രമാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ കോൺഗ്രസിൽ ലയിപ്പിക്കണമെന്ന ആശയം ഇപ്പോഴും പലർക്കും വിശ്വസിക്കാൻ വളരെ ഏറെ പ്രയാസമാണ്.
എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അവർ നേരിടുന്ന രാഷ്ട്രീയ സമ്മർദ്ദം അസാധാരണമാണ്. പാർട്ടിക്കുള്ളിലെ കലാപം, നേതൃത്വത്തിനെതിരായ വെല്ലുവിളികൾ, ദേശീയ രാഷ്ട്രീയത്തിൽ മാറുന്ന സമവാക്യങ്ങൾ എന്നിവ മമതയെ പുതിയ രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് നയിക്കുമോ എന്നതാണ് ഇനി കാണേണ്ടത്. ഇപ്പോൾ ലഭ്യമായ, അതായത് തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ലയനത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല. ഡൽഹിയിലെ രാഷ്ട്രീയ ഇടനാഴികൾ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. എന്തായാലും മമതാ ബാനർജിയുടെ രാഷ്ട്രീയ യാത്ര പൂർണ്ണവൃത്തമാകുമോ, അല്ലെങ്കിൽ അവർ വീണ്ടും സ്വന്തം പാർട്ടിയെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലാവും ഒളിഞ്ഞിരിക്കുന്നത്. എന്തായാലും അവ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്നു.